ഹലോ, നല്ല കുളിച്ചു കൂട്ടപ്പനായിട്ട് എവിടെ പോകുന്നവനെ? ഞാനൊന്ന് സൂക്കി പോയിട്ടിട്ടോ, ഒന്ന് കറങ്ങിയിട്ടെ. എടാ, ഇന്ന് ചിക്കൻ ബിരിയാണി കഴിക്കാൻ ഭയങ്കര പൂതി. നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇവിടെ ചിക്കൻ ഉണ്ട്, വേറെ ഒരു ഐറ്റംസ് ഇല്ല. ഏതായാലും പുറത്തു പോകുന്നല്ലേ, നീ വരുമ്പോ സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. കുക്കിംഗ് ഞാൻ ചെയ്യാം. ഒരു കാര്യം, ഞാൻ അവിടെ ബഹാലി പോയിട്ട് വരാം. അവിടെ ഒരു ഷാസിന്റെ അടിപൊളി ഇൻസ്റ്റാന്റ് ഗ്രേവി, ഇൻസ്റ്റാന്റ് മസാലയ്ക്ക് അത് വാങ്ങിട്ട് വരാം. ഈ ചിക്കനൊക്കെ റെഡി ആക്കിയോ? അങ്ങനെ സൂക്കിലൊക്കെ കുറച്ച് കറങ്ങി തിരിച്ചു വരുമ്പോണ്ടല്ലോ, ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് ഈ ഷാസിന്റെ ഇൻസ്റ്റാന്റ് ഗ്രേവിൻ്റെ ഒരുപാട് ഐറ്റം ഉണ്ട്. അതും പിന്നെ ബിരിയാണി മസാലയൊക്കെ പർച്ചേസ് ചെയ്തു. ഇപ്പോൾ നമ്മളെ സൂക്ക് ബലത്തിലെ ചെറിയ സൂപ്പർ മാർക്കറ്റിലും ബഗാലകളിലൊക്കെ ഇത് കിട്ടാനുണ്ട് കേട്ടോ. ചിക്കനോ മീറ്റോ ഫിഷോ എന്താണെന്ന് വെച്ചാൽ വേവിച്ച് വെക്കുക. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ആണ് ഇത്. ഇനി ഒരു ബിരിയാണി പൊട്ടെടുത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ ഷാസിൻ്റെ ബിരിയാണി മസാല പൊട്ടിക്കുന്ന മക്കളെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി കുറച്ച് തിളച്ച് വരുമ്പോഴല്ല ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് കുറച്ച് തിളപ്പിക്കാം. തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ അങ്ങ് വെക്കുന്നു. മല്ലിയില, പുതിനയില ചെറുതായി മുറിച്ചത്, പിന്നെ ഫ്രൈ ചെയ്ത ഒനിയൻ അത് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അങ്ങ് കുക്ക് ചെയ്യാം. ആ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരുമ്പോഴല്ല. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബിരിയാണി റൈസ് ഉണ്ടല്ലോ, അത് ചിക്കൻ മസാലയുടെ മുകളിൽ അങ്ങോട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയും അതുപോലെ ഫ്രൈ ചെയ്ത ഒനിയനും അണ്ടി മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു 8 മിനിറ്റ് ദമ്മിന് വെക്കാം. ഇനി നമുക്ക് ദമ്മ് പൊട്ടിച്ചാലോ? എൻ്റെ മോനെ, എന്താ ഒരു സ്മെല്ലെന്ന് പറയാം, അടിപൊളി. ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ഹോട്ടലുകാരോ കടക്കാരോ സൂപ്പർ മാർക്കറ്റുകാരോ ഞാൻ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിലോട്ട് വിളിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ബിരിയാണി വിളമ്പി റെഡി ആയിട്ട് ഇനി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇനി നമുക്ക് തിന്ന് നോക്കിയാലോ? സംഭവം കെടുവാണ്. എപ്പടി അടിപൊളി.